എൻ്റെ പേര് ഡോക്ടർ വിജിത് വി നങ്ങേലിൽ. ഞാൻ കോതമംഗലത്തെ നങ്ങേലിൽ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഇത് ഞങ്ങളുടെ ഫാമിലി ഓറിയൻറ്റഡുള്ള ഹോസ്പിറ്റലാണ്. ഒരു ഏകദേശം 1985 മുതൽ നടന്നു വരുന്ന ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒടിവ്, ചതവ്, ഞെരിവ് അല്ലെങ്കിൽ പൊട്ടൽ എന്ന് പറയുന്ന കണ്ടീഷനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ കൈയുടെ ഫ്രാക്ചറിനെ പറ്റിയാണ് ഇന്ന് ജസ്റ്റ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഈ കാണിക്കുന്ന കേസ് തന്നെയാണെങ്കിൽ ഇദ്ദേഹം വേറൊരു ഹോസ്പിറ്റലിൽ പോയതും അവിടെ നിന്ന് സർജറി വേണമെന്ന് പറഞ്ഞ കേസുമാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ അടുത്ത് വന്നു, നമ്മളത് കറക്റ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 45 ഡേയ്സിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കൈയുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും നോർമൽ എന്തായിരുന്നു ആദ്യത്തെ എല്ലാ ഫങ്ഷനാലിറ്റിയും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരൊന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് സർജറിക്ക് ഒരു 70,000 ആവുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വന്ന ഫസ്റ്റ് ഡേ മുതൽ ഉള്ള രജിസ്ട്രേഷൻ, എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ, അതിനുശേഷം ഇങ്ങോട്ടുള്ള മാനേജ്മെൻറ്റ് എല്ലാം മെഡിസിൻ എവറി 3 or 4 ഡേയ്സിൽ റിവ്യൂവിന് അവർ വരണം. ആ ട്രീറ്റ്മെൻറ്റും മെഡിസിൻ കോസ്റ്റും എല്ലാം കൂടിയും കൂട്ടി നോക്കിയാൽ പോലും ഒരു മാക്സിമം 6,000 or 7,000 താഴെ ആണ് വരുന്നുള്ളൂ. അതാണ് എടുത്തു പറയാനുള്ളൊരു കാര്യം. ഇതേപോലെയുള്ള കേസുകൾ മാനേജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഇതിൻ്റെ വേദനയാണ്. ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു പ്രായമുള്ള ഒരാൾക്ക് അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള പെയിനാണ്. അത് എല്ലാവർക്കും ടോളറേറ്റ് ചെയ്യുന്ന പെയിനാണ്. അങ്ങനെ വലിയ വേദന ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ ഇപ്പം പഴയ കാലത്തെ ആൾക്കാർ വരുമ്പോൾ കുട്ടികൾക്ക് വേദന കൂടുതലാണെന്നെല്ലാം ഒരു സംശയമുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ട് മറ്റ് മോഡേൺ ഇതിൽ അവർ അനസ്തീഷ്യയിൽ ചെയ്യുന്നു. നമ്മൾ മോഡേൺ രീതി അനസ്തീഷ്യ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് വെച്ച് നമ്മുടെ ഓക്സിജൻ കൊടുക്കുന്നത് പോലെ ഒരു കൊടുത്തുകൊണ്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രം പേഷ്യൻറ്റിന് പെയിൻ അറിയില്ല. ആൾ കോൺഷ്യസ് ആയിരിക്കും, സെഡേറ്റഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം.